നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ കൈകൾ ശുദ്ധമാണ്. വീണ്ടും കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റുപറച്ചിലായിരുന്നു ഇന്ന് മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചത്. അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ ഈ ഡയലോഗ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് മുതൽ പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൈകൾ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിവർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കൈകൾ ശുദ്ധമാണ്, ഇതിൽ ഇനി കറയാക്കാൻ ആരും നോക്കേണ്ട എന്നുള്ളൊരു ഡയലോഗ്. എന്നാൽ അതിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. തൻ്റെ മകളായതുകൊണ്ടാണ് വീണ വിജയനെ ഇ.ഡി. ഇത്രയധികം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ രോദനമാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സാധാരണ ഒരു പരിഹാസം നിറഞ്ഞ ഒരു വർത്തമാനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല ഡയലോഗുകളും പരിഹാസ ചിരിയുമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുള്ളത്. പക്ഷേ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ എത്രയൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ചിരി മുഖത്ത് വരുത്താൻ നോക്കിയാലും ഒരു അല്പം പതർച്ച അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാനായിട്ട് സാധിക്കും. ഏതായാലും അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ നമുക്ക് തോന്നുക കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊന്നും തന്നെ ഒരു പണിയും ഇല്ലാത്തതിനാലാണ് കേരളത്തിൽ വന്ന് ഇത്രയും മാസങ്ങളായിട്ട് വീണയെ വെറുതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇ.ഡി. എന്നാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മകൾ വീണ ടിക്കെതിരെയുള്ള ഇ.ഡി. നീക്കങ്ങൾക്ക് പിന്നാലെയാണ് മാധ്യമങ്ങൾക്കും പ്രമുഖ മാധ്യമ ഉടമയ്ക്കുമെതിരെ കടുത്ത രാഷ്ട്രീയ മാധ്യമ പോരാട്ടത്തിനെ തിരികൊളുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് മലയാള മനോരമയെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മലയാള മനോരമ പത്രത്തെയും അതിൻ്റെ ചീഫ് എഡിറ്റർ മാമൻ മാത്യുവിനെയും പേരെടുത്ത് പറഞ്ഞ് പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. മറ്റുള്ള മാധ്യമങ്ങളെ ഒന്നും തന്നെ അദ്ദേഹം പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല. പക്ഷേ മലയാള മനോരമ പത്രത്തെ ഇന്ന് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് വിമർശിച്ചിരിക്കുന്നത്. തൻ്റെ കൈകളിൽ കറ പുരട്ടാമെന്ന് ആരും കരുതേണ്ടതില്ലെന്നാണ് തൃശ്ശൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. മലയാള മനോരമ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾക്കെതിരെ വ്യാജ വാർത്തകൾ നൽകിയതെന്നും ഇന്ന് പിണറായി വിജയൻ ചോദ്യമുയർത്തി. വീണ ഈ പറയുന്ന പണം ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും റിയാസ് അത് ഹവാല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നും വാർത്ത നൽകാൻ മാമൻ മാത്യുവിനും മനോരമയ്ക്കും എങ്ങനെ സാധിച്ചു എന്നുള്ള ചോദ്യശരങ്ങളാണ് ഇന്ന് ഉന്നയിച്ചത്. വാർത്തകൾ നിർമ്മിക്കുകയല്ല മാധ്യമങ്ങൾ ചെയ്യേണ്ടതെന്നും തനിക്കെതിരെയാണെങ്കിൽ എന്തും പ്രചരിപ്പിക്കാമെന്ന ധാർഷ്ട്യമാണ് മനോരമ കാട്ടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പക്ഷേ എത്രയൊക്കെ പറയാൻ ശ്രമിക്കുമ്പോഴും പലയിടത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ചിരി വരുത്താൻ നോക്കിയിട്ടും ഉള്ളിലുള്ള ടെൻഷൻ പുറത്ത് പ്രകടമാകുന്നുണ്ട്. ഈ കൈകൾ ശുദ്ധമാണ്, പക്ഷെ ബാങ്ക് അക്കൗണ്ടുകളൊന്നും ശുദ്ധമല്ല എന്നാണ് ഇ.ഡി. പറയുന്നത്. അതിന്റെ തെളിവുകൾ ഇ.ഡിയുടെ കയ്യിലുമുണ്ട്. അതും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇ.ഡി. നിരന്തരം ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും റെയ്ഡുകളും നടത്തുമ്പോഴാണ് വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ ഈ ഏറ്റുപറച്ചൽ. സ്വന്തം മകൾ വീണ ടി നേരിടുന്ന അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ നിലപാടോടെയാണ് പിണറായി വിജയൻ ഇന്ന് സംസാരിച്ചത്. പക്ഷെ അപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള പല ആരോപണങ്ങൾക്കും അദ്ദേഹത്തിന് ഉത്തരമില്ല എന്ന് തന്നെ വേണം പറയാം. തൻ്റെ കൈകൾ ശുദ്ധമാണ്, കറയാക്കാൻ നോക്കേണ്ട, തൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് വീണയ്ക്കും ഇത്തരം വിചിത്രമായ നടപടികൾ നേരിടേണ്ടി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആ ചെറുപ്പക്കാരി വലിയ സ്വത്തിൻ്റെ ഉടമയൊന്നുമല്ലെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ടെന്നും ഇനിയും ആവശ്യമായ വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സാധാരണഗതിയിൽ ഇ.ഡി. പത്രക്കുറിപ്പുകൾ ഇറക്കാറില്ലെന്നും എന്നാൽ ഈ വിഷയത്തിൽ പ്രത്യേക വാർത്താക്കുറിപ്പ് ഇറക്കിയത് കേസ് തന്നിലേക്ക് എത്തിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്നും പിണറായി വിജയൻ. താനോ മകളോ കുടുംബാംഗങ്ങളോ യാതൊരുവിധ ഹവാല ഇടപാടുകൾക്കും നിന്നിട്ടില്ലെന്നും തന്റെ കൈകൾ എക്കാലത്തും ശുദ്ധമാണെന്നും അത് ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കുമെന്നും പിണറായി അവകാശപ്പെട്ടു. തനിക്കെതിരെയുള്ള അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾക്ക് ദീർഘകാലത്തെ പഴക്കമുണ്ടെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. 1996 തിരഞ്ഞെടുപ്പ് സമയത്ത് 2-3 കോടി രൂപ തനിക്ക് ലഭിച്ചുവെന്ന തരത്തിലുള്ള ആരോപണങ്ങളും CBI അന്വേഷണവും മുമ്പ് ഉണ്ടായ കാര്യവും പിന്നീട് അതെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞ സംഭവം അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. കാരണം മാധ്യമങ്ങൾ അവിടെ അദ്ദേഹത്തിന് മുൻപിലിരിക്കുന്ന മാധ്യമങ്ങളൊന്നും തന്നെ അദ്ദേഹത്തോട്
തിരക്കിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഒച്ചയെടുത്തോ ഒന്നും തന്നെ ആരോപിക്കുന്നില്ല അല്ലെങ്കിൽ ചോദ്യം ഉയർത്തുന്നില്ല എന്നുള്ളത്. അതായത് ഇപ്പോൾ ഈ ഒരു സ്ഥാനത്ത്, അതായത് പ്രതിപക്ഷ നേതാവിന് പകരം ഇത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇങ്ങനെയാണോ നടക്കുക എന്നുള്ളതൊന്ന് നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു, അദ്ദേഹത്തിന് പറയാനുള്ള മുഴുവനും അവിടെ ഇരുന്ന് അദ്ദേഹം പറയുന്നു, മാധ്യമങ്ങൾ മിണ്ടാതിരുന്ന് കേൾക്കുന്നു. ഇല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം പഴയ ഓർമ്മയിൽ ചിലപ്പോൾ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞെന്ന് വരും. ഏതായാലും 85 ലക്ഷം രൂപ ദുബായിലേക്ക് അയച്ചു, അതിന് മറുപടിയില്ല. എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. വി.ഡി. സതീശൻ അദ്ദേഹമൊക്കെ പല വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ തന്നെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് കൃത്യമായി മറുപടി നൽകാറുള്ളത്. അപ്പോൾ കാണുന്ന ജനങ്ങൾക്കും അതിൽ ഒരു വ്യക്തത വരും. പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന് പറയാനുള്ളത് തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ള വാക്ക് മാത്രമാണ്. അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണ്, തൻ്റെ മകളായതുകൊണ്ടാണ്, അങ്ങനെ കറയാക്കാനൊന്നും നോക്കണ്ട, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മാത്രമാണ് പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുള്ളത്. പണ്ട് കോടിയേരി സഖാവിൻ്റെ മകനെതിരെ ED കേസെടുത്തപ്പോൾ എന്തെങ്കിലും അവരുടെ കയ്യിൽ കാണുമല്ലോ എന്നല്ലേ പിണറായി വിജയൻ പറഞ്ഞത് എന്നുകൂടി പല ജനങ്ങളും കമൻറ്റുകളിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മകളുടെ കാര്യം വരുമ്പോൾ ED ശരിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ കേരളത്തിൽ ഇല്ലാണ്ടാക്കിയ പോലുള്ള മറുപടിയാണ് പിണറായി വിജയൻ പറയുന്നത്. ഏതായാലും EDക്കും ജനങ്ങൾക്കും കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും ബോധ്യമാകാത്ത തരത്തിൽ തന്നെയാണ് ഈ ഒരു കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ മകൾ നൽകിയ സേവനം എന്താണെന്ന് പൊതുജനത്തോട് പറഞ്ഞാൽ തീരാവുന്ന പ്രചാരണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മാത്രമാണിത്. ഗൾഫിലേക്ക് പണം കടത്തിയെന്ന് ED വെറുതെ പറഞ്ഞതാണെങ്കിൽ എതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ആരും പൊട്ടന്മാരല്ല, അവരെ ആക്കാനുള്ള ശ്രമങ്ങളും അതൊന്നും അവിടെ വില പോകില്ല. കൃത്യമായിട്ട് ആളുകൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തണം. അത്തരത്തോളം ഒരു വ്യക്തത വരുമ്പോൾ ആളുകൾ പിന്നീട് അതിനെക്കുറിച്ചിട്ടുള്ള ആരോപണങ്ങളൊന്നും തന്നെ ഉന്നയിക്കില്ല. ഏതായാലും ജനം കൃത്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ഈ വാർത്തകൾ വരുമ്പോൾ അതിന് താഴെയുള്ള കമൻറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുന്നതാണ്. ഏതായാലും ഇന്ന് ഈ ഒരു വാർത്ത വന്നതിന് ശേഷം മലയാള മനോരമ അദ്ദേഹം കൃത്യമായിട്ട് തങ്ങളുടെ ചീഫ് എഡിറ്ററുടെ പേര് പരാമർശിച്ചുകൊണ്ട് നടത്തിയ രൂക്ഷ വിമർശനം ആ ഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. തങ്ങൾക്കെതിരായ ആരോപണത്തിന്റെ മൂർച്ച കുറയ്ക്കാനും സ്വന്തം മാനേജ്മെന്റ് തലവന്റെ പേര് വാർത്തയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമമായാണ് ഇത് നിരീക്ഷിക്കപ്പെടുന്നത്. അതേസമയം തന്നെ വാർത്താ സമ്മേളനത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സ്പീക്കർ A.N. ഷംസീറിനെതിരെ നടത്തിയ പരാമർശങ്ങളെയും പിണറായി വിജയൻ തള്ളി പറഞ്ഞിട്ടുണ്ട്. പിണറായിയെ പോലെയുള്ളവർ ത്യാഗം സഹിച്ചാണ് അധികാരത്തിലെത്തിയതെന്നും ഷംസീർ കുറുക്കുവഴിയിലൂടെയാണ് പദവിയിലെത്തിയതെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന പൂർണ്ണമായും അസംബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അവജ്ഞതയോടെയാണ് പാർട്ടി നിലപാടിനെ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM-ൽ ഒരു നേതാവും കുറുക്കുവഴിയിലൂടെയോ യാതൊരുവിധ ത്യാഗവും ഇല്ലാതെയോ വളർന്നു വന്നിട്ടില്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. സംഘടനയ്ക്കുള്ളിൽ ഉയർന്നു വന്ന എല്ലാ നേതാക്കളും കൃത്യമായ പോരാട്ടങ്ങളിലൂടെയും പാർട്ടി നൽകിയ ചുമതലകൾ നിർവഹിച്ചുമാണ് മുന്നേറിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണഘടനാ പദവികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലും പിണറായി വിജയൻ തന്റെ ഉറച്ച നിലപാട് ആവർത്തിച്ചു. സഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും ആ സ്ഥാനം CPIM-ന് തന്നെയായിരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഉപനേതാവിനെ നിശ്ചയിച്ച് സ്പീക്കർക്ക് കത്ത് നൽകേണ്ടത് പ്രതിപക്ഷ നേതാവായ തന്റെ ചുമതലയാണെന്നും CPM നേതാവിന്റെ പേര് തന്നെയായിരിക്കും കത്തിൽ ഉണ്ടാവുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. CMRL കേസും ED അന്വേഷണവും മുറുകുന്നതിനിടെ കേസിന്റെ നിയമവശങ്ങളെക്കാൾ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകളെ പ്രതിരോധത്തിലാക്കുക എന്ന തന്ത്രമാണ് പിണറായി വിജയൻ പയറ്റുന്നത്. പ്രമുഖ മാധ്യമങ്ങളെയും അന്വേഷണ ഏജൻസികളെയും നേരിട്ട് ലക്ഷ്യമിടുന്നതിലൂടെ അണികൾക്കിടയിൽ വൈകാരികമായ പ്രതിരോധം തീർക്കാൻ പിണറായിക്ക് സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ഈ വാർത്താ സമ്മേളനം കേവലം ഒരു വിശദീകരണത്തിനപ്പുറം മാധ്യമങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും മുന്നണിയിലെ ഘടകകക്ഷികൾക്കുമെതിരെയുള്ള പിണറായി വിജയന്റെ ശക്തമായ പടയൊരുക്കമായി മാറിയിരിക്കുകയാണ്. മാത്രവുമല്ല ഇനി വരും ദിവസങ്ങളിൽ ഒരു തുറന്ന പോരാട്ടത്തിന് തന്നെയാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വലിയ കൊടുങ്കാറ്റുകൾക്ക് ഇതൊക്കെ വഴിവെക്കുമെന്നും ഉറപ്പാണ്.